നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ആസന്ന മരണം കാത്ത് കാനഡയിലെ ശുദ്ധജല പൈപ്പുകൾ. കാനഡയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലെ ഏകദേശം 4/1 കുടിവെള്ള പൈപ്പുകൾ അവയുടെ ഉപയോഗപ്രദമായ ജീവിതത്തിന്റെ അവസാന ദശയിലാണെന്ന് പഠനം വെളിപ്പെടുത്തുന്നു. ഞെരുക്കത്തിലായിരിക്കുന്ന പ്രവിശ്യ സർക്കാരുകളുടെ ബഡ്ജറ്റിൽ അമിതഭാരമേകാൻ വിധം ഭീമമായ തുക അറ്റകുറ്റപ്പണിക്കാവുമെന്നത് പൊതുജനത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കാൽഗറിയിൽ സംഭവിച്ചത് തങ്ങളുടെ നഗരത്തിലും നാളെ ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് മറ്റു കനേഡിയൻ നഗരവാസികളും. ഹാമിൽട്ടണിൽ ട്രാൻസ്മിഷൻ പൈപ്പുകളുടെ 2 ഭാഗവും, വാൻകൂവറിൽ കുടിവെള്ള വിതരണ ശൃംഖലയുടെ 4/1 ഭാഗവും, ടൊറന്റോയിലെ പല പ്രധാന ജലവിതരണ ശൃംഖലകളിലും കാലപ്പഴക്കത്തിന്റെ വിള്ളലുകൾ ദൃശ്യമായി തുടങ്ങിയെന്നും അടിയന്തരമായി സർക്കാരുകൾ ഇടപെട്ടില്ലെങ്കിൽ വെള്ളമില്ലാത്ത ഭീകരാവസ്ഥയെ നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. LCBO വിൽക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യില്ലെന്ന് ഡക്ഫോർഡ്. എന്നാൽ സമരം തീർക്കണമെന്ന് യൂണിയനുകൾ. ഞങ്ങൾ LCBO സ്വകാര്യവൽക്കരിക്കുകയോ വിൽക്കുകയോ ചെയ്യില്ലെന്ന് ഓന്റാരിയോ പ്രീമിയർ ഡക്ഫോർഡ് ആവർത്തിച്ച് പറയുമ്പോഴും സമരം നീണ്ടുപോകുന്നതിൽ ആശങ്കയുമായി തൊഴിലാളി യൂണിയനുകൾ. $2.5 ബില്യൺ വാർഷിക വരുമാനം പ്രവിശ്യ സർക്കാരിന് നൽകുന്ന LCBOയോടും അതിൻ്റെ യൂണിയനുകളോടും അവരുടെ ന്യായമായ ആവശ്യങ്ങളോടും മുഖം തിരിക്കരുതെന്നും സ്വകാര്യവൽക്കരിക്കില്ല എന്ന ഫോർഡിന്റെ ഉറപ്പ് സത്യമാണെങ്കിൽ അടിയന്തരമായി സമരത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് യൂണിയൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നോർത്തേൺ ഓന്റാരിയോയിലെ ഇഗ്നസ് നഗരം ആണവ മാലിന്യങ്ങൾ പുറംതള്ളാനുള്ള വേദിയാകും. വടക്കൻ ഓന്റാരിയോയിലെ ഏകദേശം ടൗൺഷിപ്പ് ഓഫ് ഇഗ്നസ് ആണവ മാലിന്യ നിർമ്മാർജ്ജന സൗകര്യം സംഘടിപ്പിക്കാനുള്ള സന്നദ്ധത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 1 ദശാബ്ദത്തിലേറെ മുമ്പ് ആരംഭിച്ച ചർച്ചകൾ ആഗ്നസ് നഗരത്തിന്റെ സന്നദ്ധതയോടെ അവസാനിപ്പിച്ചു. ഡീപ് ഡിയോളജിക്കൽ റിപ്പോസിറ്ററി എന്നറിയപ്പെടുന്ന കാനഡയിലെ ന്യൂക്ലിയർ പവർ റിയാക്ടറുകളിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് ഇന്ധനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒരു ഭൂഗർഭ ഡിസ്പോസൽ സൈറ്റിനാണ് നഗരം സന്നദ്ധത പ്രകടിപ്പിച്ചത്. പദ്ധതി പ്രകാരം 175 വർഷത്തെ കാലയളവിൽ ഇഗ്നസിന് മൊത്തം $170 മില്യൺ പേയ്മെന്റുകൾ ലഭിക്കും. 1200ഓളം മാത്രം സ്ഥിരതാമസക്കാരുള്ള ഇഗ്നസ് നഗരം പദ്ധതിയെ നഗരവികസനത്തിനുള്ള താക്കോലായി കരുതുന്നു. നാറ്റോ പാക്കേജിന്റെ ഭാഗമായി ഉക്രൈന് $500 മില്യൺ സൈനിക സഹായ വാഗ്ദാനം ചെയ്ത് കാനഡ. നാറ്റോ ഉച്ചകോടിയിൽ അംഗീകരിച്ച പുതിയ പിന്തുണ പാക്കേജിന്റെ ഭാഗമായി കാനഡ ഉക്രൈന് $500 മില്യൺ പുതിയ സൈനിക സഹായം നൽകും. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള സഹായമായിട്ടാകും തുക നൽകുക. അടുത്ത വർഷം ആദ്യത്തോടെ തുക ഉക്രൈന് കൈമാറുമെന്ന് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ കനേഡിയൻ പ്രതിനിധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിഴിഞ്ഞത്ത് തീരമണഞ്ഞൊരു വസന്തം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്കു കപ്പലെത്തി. നാട് ആവേശത്തിമർപ്പിൽ. ഉദ്ഘാടനത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന ചരക്കു കപ്പലിനെ വാട്ട സല്യൂട്ട് നൽകി സ്വീകരിച്ചപ്പോൾ നാട് ഒന്നാകെ ഒരു സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിലായിരുന്നു. കേരളത്തിന്റെ വികസന കാൽവെപ്പിലേക്ക് പുതിയ ചരിത്രം പിറന്നിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.